A very good afternoon to all. I welcome each and everyone to the 16th webinar series organized by Asaf Palakkad. Today's topic is Future and Career Opportunities in Technology. Sri Rajesh K. is the Manager in Technical Institute of Plastic Engineering to take this session. After graduation, he had done MTech in Chemical Engineering and diploma in plastic engineering. He then served 3 years in the field of plastic industry for garment people. He is working that for the years. So we have got a right person to explain about the topic. I would like to welcome Rajesh sir to take the session. Over to you, sir. Good afternoon, all. Rajesh and Manager Technical Ana, Central Institute of Plastics Engineering and Technology in the organization. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന്റെ കീഴിൽ വരുന്ന കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. സിപ്പറ്റ് ഓൾഡ് സ്ഥാപനമാണ്. കൊച്ചിയിലും പ്രവർത്തിക്കുന്നു. കൂടാതെ ഇതിന്റെ CSP എക്കടി പാലക്കാട് വരുന്നുണ്ട്. ആദ്യമേ തന്നെ ഈ വെബിനാറിന് ഒരുക്കി തന്ന സ്റ്റാഫിനോടും പ്രത്യേകമായി ശ്രീരഞ്ജനോടും അറിയിക്കുകയാണ്. ഞാൻ എടുക്കുന്ന ടോപ്പിക് ഫ്യൂച്ചർ ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പോളിമർ ടെക്നോളജി. പോളിമർ എഞ്ചിനീയറിംഗ് ആണ്. മെറ്റീരിയൽ സയൻസിന്റെ കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, തന്നെ അയൺ ഏജ് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ സെഞ്ചുറി 21st സെഞ്ചുറിയിലെ മെറ്റീരിയൽസ് ആണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. പോളിമേഴ്സ് പല രൂപത്തില് റബ്ബേഴ്സ്, ഫൈബേഴ്സ്, പെയിന്റ്സ് തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡിഫറെന്റ് അതിൻ്റെതായ യൂട്ടിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം സാധ്യതകളാണ് ഈ പോളിമർ എഞ്ചിനീയറിംഗും പോളിമർ ഇൻഡസ്ട്രീസിലും. ഈ പോളിമർ എന്താണ്? പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേർഡിന്റെ അർത്ഥം പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി, മേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ്. മെനി യൂണിറ്റ്സ് എന്നുള്ളതാണ് പോളിമർ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഉണ്ടാക്കപ്പെടുന്ന ഒരു ചെറിയ യൂണിറ്റ്, ഓരോ ചെറിയ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളെ പറയുന്നത് മോണോമർ എന്നാണ്. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൂണിറ്റ്, ഒരു യൂണിറ്റ്. അങ്ങനെ ഓരോ യൂണിറ്റും പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മോണോമർ യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന സംയുക്തമാണ് പോളിമർ എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാന ഘടകമാണ് മോണോമർ എന്ന് പറയുന്നത്. നമുക്ക് സുപരിചിതമായ ഒരു പദാർത്ഥമാണ് പോളിയെത്തിലീൻ എന്ന് പറയുന്നത്. പോളിയെത്തിലീൻ എന്ന് പറയുന്നത് എത്തിലീന്റെ എത്തിലീന്റെ തന്മാത്രകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇങ്ങനെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്ന പോളിമറൈസ് ചെയ്തിട്ട് ആ പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പോളിമറൈസ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന സംയുക്തമാണ് പോളിമർ എന്ന് പറയുന്നത്. മോണോമേഴ്സ് മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് പെട്രോ കെമിക്കൽസ് നിന്നാണ് ഉണ്ടാക്കുന്നത്. പെട്രോ കെമിക്കൽസിന്റെ ക്രൂഡ് ഓയിൽ ഫ്രാക്ഷൻ, ക്രൂഡ് ഓയിലിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന നാഫ്ത പോലുള്ള ഘടകങ്ങളുണ്ട്. നാഫ്തയാണ് മെയിൻ ആയിട്ടുള്ള ഘടകം. നാഫ്തയെ വീണ്ടും ക്രാക്ക് ചെയ്തതിനു ശേഷമാണ് ചെറിയ ചെറിയ മോണോമേഴ്സ് ആയിട്ടുള്ള കെമിക്കൽസിനെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. എത്തിലീന്, പ്രൊപ്പലീന്, മീനൈൽ ക്ലോറൈഡ്, സ്റ്റൈറിൻ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് മോണോമേഴ്സ് നമുക്ക് കിട്ടുന്നത്. മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് പെട്രോളിയമാണ്. പെട്രോളിയത്തിന്റെ ക്രൂഡ് ഓയിലിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്തതിനു ശേഷം കിട്ടുന്ന നാഫ്തയിലെ വീണ്ടും ക്രാക്കിംഗ് എന്ന പ്രോസസ്സിനെ വിഘടിച്ചിട്ടാണ് നമുക്ക് പോളിമർ എന്ന് പറയുന്നത് കിട്ടുന്നത്. പോളിമർ എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പോളിമറൈസേഷൻ പ്രോസസ് വഴിയാണ്. പോളിമറൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോണോമേഴ്സ് ഓരോ മോണോമർ എന്ന് പറഞ്ഞാൽ ഒരു മുത്തായിട്ട് നമുക്ക് കണക്കാക്കണമെങ്കിൽ
പല മുത്തുകൾ ചേർന്ന് ഒരു മുത്തിന്റെ മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് പോളിമർ എന്ന് പറയുന്നത്. പല മോണോമേഴ്സ് നമുക്ക് ഒരു ചെയിനിലൂടെ ഇത് യോജിപ്പിച്ച് അങ്ങനെ നീണ്ട ചെയിൻസ് ആകുമ്പോൾ അത് പോളിമറായി രൂപാന്തരപ്പെടുന്നു. ഇതിന്റെ പിക്ചറൈസേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. താഴെ കാണിച്ചിരിക്കുന്ന എത്തിലീൻ യൂണിറ്റ് ആണ്. എത്തിലീൻ യൂണിറ്റിന്റെ പലതരം ആയിരക്കണക്കിന് തന്മാത്രകൾ ഇതുപോലെ യോജിച്ച് ചേർന്ന് പോളി എത്തിലീനായി മാറുകയാണ്. ഇതാണ് ഈ കൺവേർഷൻ നടക്കുന്ന ഈ പ്രോസസ്സിനെ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. ഇനി പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദിയർ ഒറിജിൻ, അത് ഏത് രീതിയിലാണ് അത് ഉണ്ടായിരിക്കുന്നത്. നാച്ചുറൽ, നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന പോളിമേഴ്സ്. സിന്തറ്റിക്, കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ, പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്. അതിന്റെ ബാക്ക് ബോൺ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ ബാക്ക് ബോൺ സ്ട്രക്ചർ നമുക്ക് അതിനെ ഓർഗാനിക് എന്നും ഇനോർഗാനിക് എന്നും തമ്മിൽ വേർതിരിക്കാം. ഓർഗാനിക് ആണ് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങളും ഓർഗാനിക് പോളിമേഴ്സിൽ വരുന്നതാണ്. ഇനോർഗാനിക് പോളിമേഴ്സിൽ വരുന്നത് കൂടുതലും സിലിക്കോൺ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ്. സിലിക്കോൺ പോളിമേഴ്സ് ആണ് കൂടുതൽ ഇനോർഗാനിക് പോളിമേഴ്സ് ആയിട്ട് വരുന്നത്. ഈ കൂടാതെ based on the uniform size and use, ultimate form and use, based on uniform form and use, ഇതിനെ ആധാരമാക്കിക്കൊണ്ട് പോളിമേഴ്സിനെ 5 തരത്തിലായിട്ട് തിരിക്കാം. ഇലാസ്റ്റോമർ, വേറൊന്ന് ഫൈബർ, ലിക്വിഡ് റെസിൻ, പ്ലാസ്റ്റിക്സ് ആൻഡ് പെയിന്റ്സ്. പെയിന്റ്സും ഇതിനകത്ത് വരുന്ന പെയിന്റ്സ് ആയിട്ട് ഇലാസ്റ്റോമേഴ്സ് അറിയാം. കൂടുതൽ റബ്ബേഴ്സിനെയാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽപ്പെടുന്നത്. നാച്ചുറൽ റബ്ബർ തുടങ്ങി റബ്ബർ ഉണ്ട്, സിന്തറ്റിക് റബ്ബേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. ഈ ഫൈബേഴ്സിൽ നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും. നാച്ചുറൽ ഫൈബർ നമുക്ക് സുപരിചിതമായ കയർ ഫൈബർ, ജൂട്ട് ഫൈബർ, ബനാന ഫൈബർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ഫൈബേഴ്സ്, അതും പോളിമറിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷനിൽ പെടുന്നതാണ്. ഈ സിന്തറ്റിക് ഫൈബേഴ്സിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ഗ്ലാസ് ഫൈബേഴ്സ്, കാർബൺ ഫൈബേഴ്സ്, അരമൈഡ് ഫൈബേഴ്സ് തുടങ്ങിയവയാണ്. ലിക്വിഡ് റെസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അഡ്ഹസീവ്സ് ആൻഡ് കോട്ടിങ്സ് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ലിക്വിഡ് റെസിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളെല്ലാം പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് മെറ്റീരിയലാണ് ഞാൻ കൂടുതലായിട്ട് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ഭാഗത്തുള്ളതാണ് പെയിന്റ്സ്. അതിന്റെ എന്ന ഘടകമാണ് പെയിന്റ്സ് എന്ന് പറയുന്നത്. പെയിന്റ്സ് പോളിമർ ബേസ്ഡ് ആണ്. സാധാരണ ഒരു പോളിമർ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ഫീൽഡ് കൂടിയാണ് പെയിന്റ് എന്ന് പറയുന്നത്. പെയിന്റിൽ മെയിനായിട്ട് ബൈൻഡർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് പോളിമേഴ്സിന് ബൈൻഡറായിട്ടാണ് അത് കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ബൈൻഡർ കൂടാതെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വേറെ സോൾവെന്റും മെഡിറ്റേഷനും ബാക്കിയുള്ള എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. കൂടുതലും ഇതിനകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡ് പോളിമറിനെ സംബന്ധിച്ച് ഒരു മേഖലയാണ് പെയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോളിമറിന്റെ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽസ് ഉണ്ട്, പോളിമേഴ്സ് ആൻഡ് ഇലാസ്റ്റോമേഴ്സ്. പിന്നെ ഫോം മെറ്റീരിയൽ ഉണ്ട്. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ തന്നെ നാച്ചുറൽ പോളിമേഴ്സിനെ തന്നെ അതില് സെല്ലുലാർ സ്ട്രക്ചർ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഗ്യാസും അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് നടത്തിക്കൊണ്ട് അതിനെ ഫോം സ്ട്രക്ചറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, സെല്ലുലാർ സ്ട്രക്ചർ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഉള്ള ടെക്നോളജിയാണ്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇത് കമ്പാരിസൺ ആണ്. അതായത് പോളിമറിക് മെറ്റീരിയൽസും ബാക്കിയുള്ള മെറ്റൽസ്, സെറാമിക്സ്, കോമ്പോസിറ്റ്സ്
യുമായി താരതമ്യപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മെയിനായിട്ട് ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു പദാർത്ഥങ്ങളാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ളത് ഫോംസിനാണ്. ഫോമാണ് സെല്ലുലാർ സ്ട്രക്ചറുകളുണ്ട്, അതിന്റെ ഡെൻസിറ്റി കുറവാണ്. പോളിമേഴ്സ് ആൻഡ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത് ഇത് ഡെൻസിറ്റി കുറവായ വസ്തുക്കളാണ്. കൂടാതെ അതിനാവശ്യമായിട്ടുള്ള സ്ട്രെങ്ത്, അതിന് ഓരോ ആപ്ലിക്കേഷൻസിനും അതിൻ്റെതായ സ്ട്രെങ്ത് റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് പോളിമേഴ്സിന് കഴിയും. ഈ പോളിമേഴ്സിനെ അത് കൂടാതെ നമുക്ക് മോഡിഫൈ ചെയ്ത് നാച്ചുറൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സിന്തറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ചേർത്തിട്ട് വേറെ മെറ്റീരിയലാക്കി മാറ്റാൻ കഴിയും. മോഡിഫൈഡ് ആയിട്ടുള്ള പോളിമേഴ്സിനെ മോഡിഫൈ ചെയ്ത് കോമ്പോസിറ്റ്സ് ആക്കി മാറ്റാൻ കഴിയും. കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിമേഴ്സിന്റെ ഫൈബേഴ്സ് ഫില്ലേഴ്സ് മറ്റും ആഡ് ചെയ്തതിനു ശേഷമാണ് കോമ്പോസിറ്റ്സ് നിർമ്മിക്കപ്പെടുന്നത്. അതും നമുക്ക് നമുക്ക് നോക്കാകുമ്പോൾ മെറ്റൽസിനെക്കാളും കുറച്ച് സ്ട്രെങ്ത് കുറവാണ്, എന്നാൽ തന്നെയും ഡെൻസിറ്റി വളരെ കുറവും എന്നാൽ നല്ല സ്ട്രെങ്ത്തും ഉള്ള മെറ്റീരിയൽസ് പോളിമേഴ്സ് വഴി ഉണ്ടാക്കാൻ കഴിയും. ഇനി പ്ലാസ്റ്റിക്സിന്റെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്സ്. തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ മെൽറ്റ് ആവുകയും വീണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് സോൾഡിഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് തെർമോപ്ലാസ്റ്റിക്സിൽ വരുന്നത്. ഈ ഇത്തരം തെർമോപ്ലാസ്റ്റിക്സ് ആണ് കൂടുതലും കൺവെൻഷണൽ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത്. ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത് അത് തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പോളിയെത്തിലീൻ, പോളിപ്രോപ്പിലീൻ, നൈലോൺ തുടങ്ങിയവ. തെർമോസെറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വിധേയമാണ്. ക്രോസ് ലിങ്കിങ് വിധേയമാകുമ്പോഴത്തേക്കും ഇത് സെറ്റ് ആവുകയും ഒരു ത്രീ ഡയമെൻഷണൽ നെറ്റ്വർക്ക് രൂപപ്പെടുകയും ചെയ്യുന്നു. അത് സോൾഡിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തെർമോസെറ്റ് അത് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിംഗ് എന്ന പ്രോസസ് സെറ്റിംഗ് ആയി ഇത് വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്, എയ്റോസ്പേസ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള വേറെ ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സ് തെർമോപ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സ് പ്ലാസ്റ്റിക്സ്. ഈ പ്ലാസ്റ്റിക്സിനെ തന്നെ അതിന്റെ ഉപയോഗത്തിന് ആധാരമാക്കിയിട്ട് കോമോഡിറ്റി പ്ലാസ്റ്റിക്സ്, എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. സാധാരണ കണ്ടുവരുന്ന പ്ലാസ്റ്റിക്സ് പോളിപ്രോപ്പീൻ, പോളിസ്റ്റൈരീൻ, PVC തുടങ്ങിയവയൊക്കെ കോമോഡിറ്റി പ്ലാസ്റ്റിക്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡെൻസിറ്റി കുറവാണ്, ഇത് നമുക്ക് ഈസിലി മൂവബിൾ ആണ്, ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസുമാണ്. എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇത് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുമ്പോൾ അത് ഡയമെൻഷണൽ ചേഞ്ചസ് വരാൻ പാടില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിന് പറയുന്നതാണ് ഹൈ ഹീറ്റ് ഡിസ്റ്റോർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന്റെ ഡയമെൻഷൻ ഡിസ്റ്റോർഷൻസ് ചെയ്യാൻ പാടില്ല. കൂടാതെ ലോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കണം. കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഈസി മെഷീനബിലിറ്റി കാര്യം കൂടുതൽ എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് പറയുന്നത് അസംബ്ലിയിലാണ്. പല കമ്പോണൻസ് സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതുപോലെ മെഷീനബിലിറ്റി അത് വേണം, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിൽ വരുന്നു. നൈലോൺ, പോളിഅസിറ്റാർ, പോളികാർബണേറ്റ്, PMMA തുടങ്ങിയവ. പ്ലാസ്റ്റിക്സ് മെറ്റൽസും സെറാമിക്സും ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? മെൽറ്റിംഗ് പോയിന്റ് പ്ലാസ്റ്റിക്സിന് തരംതിരിക്കുന്ന കുറവാണ്. ഹൈ ഇലോങ്ങേഷൻ ഉണ്ട്. തന്നെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ കഴിയും. ലോ ഡെൻസിറ്റി ആണ്, അതുകൊണ്ട് ഈസി ടു ഹാൻഡിൽ ചെയ്യാം. ലോ തെർമൽ
കണ്ടക്ടിവിറ്റി, ഇൻസുലേറ്റേഴ്സ് ആയിട്ട് തെർമൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തന്നെ കേബിൾ കവറിങ് അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ കഴിയും. ഓപ്റ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്. ഈസിലി ഇറ്റ് ക്യാൻ ബി കളർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കളറാണോ വേണ്ടത് ആ കളറിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. സോൾവെന്റ് സെൻസിറ്റിവിറ്റി, പിന്നെ അതിന്റെ ഒരു എന്ന് പറയുന്നത് ഫ്ലെയിമബിലിറ്റി ആണ്. ഫ്ലെയിമബിലിറ്റി ഒരു ഘടകമില്ലാത്ത ആപ്ലിക്കേഷൻസിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസ്ഫുൾ തെർമൽ റേഞ്ച്, ഹൈ ഹീറ്റ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ പറ്റുകയില്ല. പിന്നെ ലോ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ആണ്. ഹീറ്റ് ഡെസിപ്പേഷൻ, കണ്ടക്ടിവിറ്റി, ഡീഗ്രേഡേഷൻ. സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്ത് പോകും. ഹാർഡ് ടു കളർ മാച്ച്, അഫക്റ്റഡ് ബൈ സോൾവെന്റ്സ്. ഇവയൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. വേറെ പ്രത്യേകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെർമോപ്ലാസ്റ്റിക്സ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ പോളിമേഴ്സിന്റെ ക്രോസ് പറയുന്നത് ഇതിനകത്ത് ഇനി മെയിൻ ആയിട്ടുള്ള ട്രസ്റ്റ് ചെയ്യുന്നത് സെക്ടേഴ്സിലാണ്. ട്രാൻസ്പോർട്ടേഷൻ, ഓട്ടോമൊബൈൽ applications, electronics application, building and constructions, leisure, that is amusement, packaging, textiles തുടങ്ങിയവയൊക്കെയാണ്. ഇനി വരുന്ന ഈ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസിന് കൂടുതലും ആപ്ലിക്കേഷൻസ് ഞാൻ പറയുന്നുണ്ട്. കൂടാതെയുള്ള ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന മേഖലകളാണ് ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, പാക്കേജിംഗ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയവ മേഖല. പിന്നെ കൂടാതെ ബാക്കിയുള്ള R&D റിസർച്ച് ഡെവലപ്മെന്റ് ചെയ്യാതെ എനർജി സേവിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഷേപ്പിംഗ്, അതായത് പുതിയ മോഡൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചേഞ്ച് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, കോസ്റ്റ് കുറയ്ക്കേണ്ട സിസ്റ്റംസ്, ഇതിലെല്ലാം പെൻഷനുണ്ട്. കൂടാതെ വേറെ ഫങ്ഷണൽ പോളിമേഴ്സ്, ഞാൻ നേരത്തെ കൺവെൻഷൻ ഉണ്ട്, അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയും. ഈ മോഡിഫൈ ചെയ്ത കൺവെൻഷണൽ പോളിമേഴ്സ് പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടക്ടിങ് പോളിമേഴ്സ് വഴി ഡെവലപ്ഡ് ആണ്. ഇതിന്റെ പല ആപ്ലിക്കേഷൻസും ഈ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഇത് വരുന്നുണ്ട്. ഡിഫൻസ് ആപ്ലിക്കേഷൻസ് പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഡിഫൻസ് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാണിച്ചിരിക്കുന്നത് ഗ്രാഫിന്റെ കണ്ടക്ടിങ് ആയിട്ടുള്ള ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ക്രീൻ ആണ്. ഇത് ഗ്രാഫിൻ മോഡിഫൈഡ് പോളിമർ ആണ്. ഇത് കണ്ടക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീൻ ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്രാഫിന്റെ സ്ക്രീൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ പ്രസന്റ് സീനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സിന്റെ നമുക്ക് ഏതൊക്കെ സെക്ടറിലാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് പാക്കേജിങ് അതാണ് ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന സെക്ടർ എന്ന് പറയുന്നത്. പാക്കേജിങ് സെക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓയിൽ പൗച്ചസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ആർട്ടിക്കിൾസ് പാക്ക് ചെയ്യാനായിട്ട് ബിസ്ക്കറ്റ് പാക്കേജിങ്, എല്ലാ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പാക്കേജിങ്സിനെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി കേരളത്തിലും ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫുഡ് പാക്കേജിങ് സെക്ടറാണ്. കൂടാതെ നെക്സ്റ്റ് വന്നിട്ട് വരുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ ആൻഡ് പ്ലാസ്റ്റിക് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് അഗ്രികൾച്ചറൽ മേഖലയിലുള്ള പൈപ്പുകൾ, തുടങ്ങിയവയാണ് കോമൺ ആയിട്ടുള്ള പ്രോഡക്ട്സ്. എന്നാൽ തന്നെയും നമുക്ക് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം അവൈലബിൾ ആണ്.
മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചെടിക്കും എത്രത്തോളം ഫെർട്ടിലൈസർ വേണം, എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നമുക്ക് അത് നിയന്ത്രിതമായ തോതിൽ നമുക്ക് ഓരോ വിളകൾക്കും ആവശ്യമായിട്ടുള്ള അത്ര വെള്ളവും വളവും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. വാട്ടർ സ്കേഴ്സിറ്റി വരുന്ന സമയങ്ങളിൽ ഈ ഒരു ടെക്നോളജി കേരളത്തിൽ വളരെയധികം ഗുണകരം ആകുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിനകത്തൊരു ഹോർട്ടിക്കൾച്ചർ, അതായത് പോളി ഹൗസ്, നഴ്സറി ബാഗ്സ് തുടങ്ങിയവയൊക്കെ അഗ്രികൾച്ചറിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന പ്രൊഡക്ട്സ് ആണ്. വരുന്ന ഇൻഡസ്ട്രി അതാണ് അഗ്രികൾച്ചറിന്റെ വേറെ സെക്ടർ എന്ന് പറയുന്നത്. ഈ രണ്ട് സെക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കപ്പെടുന്നത്. കൂടാതെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്, പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ക്യാബിനറ്റ്സ് തുടങ്ങിയവയൊക്കെ, AC, ഹോം അപ്ലയൻസസ് തുടങ്ങിയവയൊക്കെ, ഔട്ടർ കവർ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ് പോളിമറിലേക്ക് വരുന്നുണ്ട്. ഫുട്വെയർ ആൻഡ് ഫർണിച്ചർ, യൂറോപ്യൻ അത്ഭുതമായിട്ടുള്ള പേര് വളരെയധികം പ്രചാരം. പേരിന്റെ മെയിൻ കമ്പോണന്റ് പോളിമർ തന്നെയാണ്. അടുത്ത സെക്ടറാണ് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പൈപ്സ്, വിൻഡോസ്, ഡോർസ് തുടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വരുന്നത്. മാത്രമല്ല കൂടുതലായിട്ടുള്ള എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങളെല്ലാം തന്നെ പോളിമേഴ്സിലാണ് ഉണ്ടാക്കപ്പെടുന്നത്. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, ഒന്നിലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പോളിമേഴ്സ് എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പല ആപ്ലിക്കേഷൻസും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് PC പോലുള്ള പോളിമേഴ്സാണ്. ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഫൈബർ തുടങ്ങിയവയൊക്കെ ടെലികമ്മ്യൂണിക്കേഷൻ ഭാഗമായിട്ട് ഓട്ടോമോട്ടീവ് സെക്ടർ, കാഴ്സ്, പിന്നെ വെഹിക്കിൾസ്, ഇതിനകത്ത് ഒത്തിരി കോമ്പണൻസ് അടങ്ങിയിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് മെഡിക്കെയർ, ഇതാണ് വേറൊരു ഗുണം ചെയ്യാൻ പോകുന്ന പറയുന്നത്. പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഇന്ന് പല ഉൽപ്പന്നങ്ങളും പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെ പല ഇൻഡസ്ട്രീസും ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് മെഡിക്കെയർ സെക്ടറിലുണ്ട്. ടോയ്സ് ആൻഡ് സ്പോർട്സ്, അതേപോലെ തന്നെ ടോയ്സ് ആൻഡ് സ്പോർട്സ് ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെയധികം പോസിബിൾ ആയിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ് ടോയ്സ് ആൻഡ് സ്പോർട്സ്. പ്ലാസ്റ്റിക്സ് വേഴ്സസ് ആൾട്ടർനേറ്റീവ്സ്, ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലോ വെയിറ്റ് ആൻഡ് ലോ ഡെൻസിറ്റി, ക്യാൻ വിത്ത്സ്റ്റാൻഡ് ലോഡ് comparing with other metals, etc. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിന്റെ ഇതാണ് റാപ്പിംഗ്, പൗച്ചസ് തുടങ്ങിയവയൊക്കെ LDP എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. നമുക്ക് പ്ലാസ്റ്റിക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 7 ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാം. അതിനകത്ത് ഒരു ട്രയാങ്കിൾ ഒരു സിമ്പിൾ ഉണ്ട്. ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് റീസൈക്കിളബിൾ ആണ് മെറ്റീരിയൽ, അത് റീസൈക്കിളബിൾ ആണ് എന്നാണ്. അതിന്റെ അതിനകത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് സെയിം ആണ്. ഒരു അത് സെയിം ആണ്. LDP എന്ന് പറഞ്ഞാൽ 4 എന്നുള്ളതാണ്. ഇത് കളക്ഷന് വേണ്ടിയിട്ടാണ്, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട്. റീസൈക്കിളബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് LDP. റാപ്പിംഗ്സിനും പിന്നെ
ബാക്കിയുള്ള പാക്കേജിങ്സിനും പൗച്ചസിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ സെക്ടേഴ്സിൽ പ്രോപ്പർ ബോട്ടിൽസ്, ഗെറ്റ് ഡ്രോപ്പർ, ഐ ഡ്രോപ്പർ തുടങ്ങിയിട്ടുള്ള ബോട്ടിൽസിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് DP എന്ന് പറയുന്നത്. CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് ആപ്ലിക്കേഷൻസ്. റിജിഡ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്ന അതായത് മൾട്ടി യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയാണ് HDPയുടേത്. HDPയുടേത് ക്യാൻസർ, ബോട്ടിൽസ് തുടങ്ങിയവയൊക്കെ HDPയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. പിന്നെ ഫുഡ് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ബോട്ടിൽസ് തുടങ്ങിയവയൊക്കെ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. പോളിപ്രോപ്പിലീൻ ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ റിസൈക്ലിംഗിന്റെ വരുന്ന നമ്പർ 5 ആണ്. പോളിപ്രോപ്പിലീൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫർണിച്ചർ സെക്ടറാണ്. കേരളത്തിൽ ഈ ഒരു ഇൻഡസ്ട്രീസ് ഒരു മേഖലയാണ്. ആർട്ടിക്കിൾസ്, ഫർണിച്ചർ, അതെല്ലാം ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്. മെഡിക്കൽ സെക്ടറിൽ പോളിപ്രോപ്പിലീന് സിറിഞ്ചസിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൂടിയാണ്. ബ്ലഡ് ബാഗും യൂറിനൽ ബാഗും തുടങ്ങിയിട്ടുള്ള ഉപയോഗിക്കുന്നത്. കൺസ്ട്രക്ഷൻ ആപ്ലിക്കേഷൻസിന് പൈപ്സ്, ഫിറ്റിംഗ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് പോളിവിനൈൽ ക്ലോറൈഡ് പറയുന്നത്. സൈൻ കേസസിന്, അതായത് ഡിലക്ഷൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഡിഫറെന്റ് സൈൻ കേസസ് തുടങ്ങിയവയൊക്കെ, മാത്രമല്ല ഗിഫ്റ്റ് ആർട്ടിക്കിൾസ് തുടങ്ങിയവയൊക്കെ അക്രിലിക് എന്ന് പറയുന്ന ഉണ്ടാക്കുന്നത്. അതായത് ഡെന്റൽ ഇംപ്ലാന്റ്സ് ഉണ്ടാക്കപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് അക്രിലിക് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിന് പറഞ്ഞ നേരത്തെ ഉണ്ടാക്കുന്നത്. പൈപ്പ് ഫിറ്റിംഗ്സ്, റെയിൻ ഹാർവസ്റ്റിംഗിന് വേണ്ടി പാത്തി അത് തുടങ്ങിയ ബന്ധപ്പെട്ട ഫിറ്റിംഗ്സ്, സാനിറ്ററി ഫിറ്റിംഗ്സ് ഇതെല്ലാം തന്നെ മോസ്റ്റ്ലി അമ്യൂസ്മെന്റ് ഫെസിലിറ്റി കുറവാണ്. ഇതിനും സാധ്യതകളാണ് അത്. കൂടുതലും ഇതിന്റെ അമ്യൂസ്മെന്റ് കണ്ടെയ്നേഴ്സ് അങ്ങനെ ഡൊമസ്റ്റിക് സെക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേബിൾ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പോളിയെത്തിലീനും പോളിവിനൈൽ ക്ലോറൈഡും കേബിൾ ഇൻസുലേഷനും വേണ്ടി ഈ സെക്ടേഴ്സ് ഇതും കേരളത്തിൽ ഉണ്ടാക്കുന്നു. ടോയ്സ് എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ് ടോയ്സ്. ഇൻഡിജീനിയസ് ആയിട്ട് നമുക്ക് പലതരം ഡിസൈൻസിൽ ടോയ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെതായ മാർക്കറ്റ് പൊട്ടൻഷ്യലും ആപ്ലിക്കേഷൻസ്, ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്, കനോ തുടങ്ങിയവയൊക്കെ ഇങ്ങനെയുള്ള ഹൈ എൻഡ് ആപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കുറവാണ്. ഓട്ടോമൊബൈൽ സെക്ടറാണ് വേറൊരു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്സ്. ഇന്ത്യയിൽ കാണാൻ കഴിയും ഡിഫറെന്റ് പാർട്സ് ഇതിന്റെ plastics using typical car, different components, bumpers, seating, dashboard, fuel system, body, underbody components, interior trim, electrical components, lighting, upholstery തുടങ്ങിയവയൊക്കെ, അതിന്റെ fuel tank തുടങ്ങിയവയൊക്കെ ഡിഫറെന്റ് പ്ലാസ്റ്റിക്സ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ റബ്ബേഴ്സും ഗ്യാസ് തുടങ്ങിയിട്ടുള്ള പല ആപ്ലിക്കേഷൻസിലും റബ്ബേഴ്സും
അത് ആണ് അത് കാണാൻ കഴിയുന്നത്. ഒരു 30% ഡിഫറെന്റ് കമ്പോണൻസ്, 1000-ഓളം കമ്പോണൻസ് കൊണ്ടാണ് ഇതിന്റെ 30% ആണ് പോളിമേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനിയുള്ള റിസർച്ച് അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇപ്പൊ നാം ആദ്യം ഇതിന്റെ 2010-കളിൽ ഇത് ആദ്യം മെറ്റൽസിൽ നിന്ന് അതായത് വെയിറ്റ് റിഡക്ഷൻ ആയിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് നോൺ സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സെമി സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ്. ഇനിയുള്ള റിസർച്ചും ഇനിയുള്ള ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെന്റും ഡെവലപ്മെന്റും വരുന്നത് വഴി നമുക്ക് സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ കഴിയും. അതുവഴി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ കഴിയും. വരുന്ന മേഖല റിസർച്ച് ഇതാണ്. എയറോസ്പേസ് മേഖല, എയറോസ്പേസ് മേഖലയിൽ ഉപയോഗിക്കുന്ന പല എയറോപ്ലെയിൻ്റെ ഒരു ഡിഫറെന്റ് പാർട്സ് കാണാൻ കഴിയും. ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഇതിന്റെ എയറോസ്പേസ് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് CFR. ഡിഫറെന്റ് പാർട്സ് ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത് അതെ സ്പേസ് ക്രാഫ്റ്റ്സിന് ഉപയോഗിക്കുന്ന അതിന്റെ ഡിഫറെന്റ് പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് എപ്പോക്സി, ആന്റിനാസോസ്, ഗ്യാസ് ബോർഡ്, സോളാർ പാനൽസ് എന്നിവയൊക്കെ പ്രഷർ വെസൽസ് ആണ് ഇതിന്റെ ഉണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയൽസ് ആണ്. ഇതിൽ എപ്പോക്സി എന്ന് പറയുന്ന റെസിൻ ആണ് ഉണ്ടാക്കപ്പെടുന്നത്. ആവശ്യമായ സ്ട്രെങ്ത് ഫൈബർ ലോഞ്ച് വെഹിക്കിൾസിന് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് പാർട്സ്, എയർ ഡാമേജ്, റീ എൻട്രി വെഹിക്കിൾ, ഗ്യാസ് ബോർഡ്, സ്റ്റേജ് റേഞ്ച് ഇതിന്റെയൊക്കെ നിർമ്മാണത്തിന് നമ്മൾ സ്വയം പര്യാപ്തമാണ്. ഇതിന്റെ ലോഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത് റിക്വയർമെന്റ്സ് ഫൈബർ റീഇൻഫോഴ്സ് ഉണ്ടാക്കാനും അതുതരം ക്യാബിൻസ് ഉണ്ടാക്കാനും കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഏറിയ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്നുണ്ട്. ബോട്ട് നിർമ്മാണം, ബോട്ട് FRP ഫൈബർ റീഇൻഫോഴ്സ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. എന്നാലും ഇനി വരുന്ന ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എങ്ങനെയൊക്കെയാണ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഇനി കൂടുതൽ എന്തെങ്കിലും പ്ലാൻസ് അങ്ങനെയൊക്കെ ഇത് ദേശീയയുടെ സ്പെറ്റിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഫയൽ ഈ കൂടുതൽ വേറൊരു ആയിട്ട് ഡിഫൻസിന്റെ കോമ്പോണൻസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന മാഗസിൻ, ആന്റി ടാങ്ക്സ്, ആന്റി ടാങ്ക് മൈൻസ്, ബോഡി, അതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്സ് ആൻഡ് കോമ്പോസിറ്റ്സ്, പോളിമേഴ്സ് ആൻഡ് കോമ്പോസിറ്റ്സ് ഉണ്ടാക്കാൻ കഴിയും.
എന്ന് പറയുന്ന മേഖല നേരത്തെ പറഞ്ഞ എന്ന് പറയുന്ന മേഖല ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇൻഡസ്ട്രീസ് നൈലോൺ തുടങ്ങിയവയൊക്കെ അതിന്റെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മേഖലയാണ്. പോളികാർബണേറ്റ് എന്ന് പറയുന്ന സേഫ്റ്റി ആയിട്ടുള്ള ഹെൽമെറ്റ്സ്, സേഫ്റ്റി ഗാർഡ്സ്, സ്ട്രീറ്റ് ലൈറ്റ്സ് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി പ്ലാസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഒക്കെയാണ് ഇതിനകത്തുള്ള ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് മാനുഫാക്ചറിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ആണ് പെട്രോളിയത്തിലുള്ള നിർമ്മിച്ച നാഫ്തയെ ട്രാക്ക് ചെയ്തിട്ട് ഡിഫറെന്റ് മോണോമേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഗെയില്, IOCL, ONGCയുടെ ബാംഗ്ലൂർ റിഫൈനറി സിന്തസിസ് തുടങ്ങിയവയൊക്കെ ഇതിനെ മോണോമേഴ്സ് പോളിമറൈസേഷൻ ചെയ്ത് ഉണ്ടാക്കുന്നു. പിന്നെ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഇതിനെ പ്രോസസ് ചെയ്ത് ഈ റോ മെറ്റീരിയൽസിനെ പ്രോസസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആണ് ഇനിയുള്ളത്. ഞാൻ ഇതുവരെ കഴിഞ്ഞ സ്ലൈഡ് വരെ സൂചിപ്പിച്ചത് ഇതൊക്കെയാണ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ് ഉള്ളത് ഈ പറയുന്നത് അതിന്റെ കരിയർ ആസ്പെക്ട്സ് ആണ്. അതിനകത്ത് ആ ഇൻഡസ്ട്രീസിന് ഏതൊക്കെ തരത്തിലുള്ള റിക്വയർമെന്റ്സ് ആണ് ഉള്ളത്, അതിനനുസരിച്ച് ഏതൊക്കെ കോഴ്സ് ഓഫർ ചെയ്യുന്നത് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഡയറക്റ്റ് മാനുഫാക്ചറിങ് ടെക്നോളജീസിന്റെ ആവശ്യമുണ്ട്. അവരുടെ ഓരോ ഗ്രേഡ്സും ഉണ്ടാകുമ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യാനും പുതിയ ഗ്രേഡ്സ് ഡെവലപ്പ് ചെയ്യാനുമായിട്ടുള്ള ടെക്നോളജീസ് റിക്വയർമെന്റ്സ് സ്കെയില്, ONGC, IOC തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളിലുണ്ട്. ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് ഈ പോളിമേഴ്സിൽ നിന്നും പ്ലാസ്റ്റിക്സിന്റെ റോ മെറ്റീരിയലിൽ നിന്നും ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു. ലോജിസ്റ്റിക്സിന് ആവശ്യമുണ്ട്, ഗാർമെന്റ് ഉണ്ട്, പ്രോസസ്സിംഗ് അനദർ മേഖലയാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച ശേഷം കളക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റീവായി കളക്ട് ചെയ്യപ്പെടുകയും സോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ റീസൈക്ലിങ്ങിന് വിധേയമാക്കാൻ കഴിയും. റീസൈക്ലിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് പിന്നെ ഗ്രാനുൾസ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അതിന് വേറെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുകയും പറ്റുന്ന ഒരു മേഖലയാണ് പറയുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ റീസൈക്കിൾ ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഡൗൺസ്ട്രീം ഇൻഡയറക്റ്റ് പ്രോഡക്ട്സ് ആണ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന മോൾഡ് ആൻഡ് ഡൈ, ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ മോൾഡും ഡൈയും ഫാബ്രിക്കേഷൻ ആൻഡ് ടെസ്റ്റിങ് തുടങ്ങിയവയായിട്ടുള്ള ഇതുമായിട്ടുള്ള അനുബന്ധ മേഖലകളിൽ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. അതിന്റെ R&D ആണെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഫോർമുലേഷൻ ട്രയൽസിനൊക്കെ അതാണ് ഡിഫറെന്റ്. Polymer manufacturing employs a generally polymer engineers. Current job profiles are like production supervisor, quality control supervisor, designers, production planners, production engineers, polymer scientists, quality engineers, polymer specialists, operators, തുടങ്ങിയിട്ടുള്ള മൂന്ന് ലെവലിലായിട്ട് നമുക്ക് ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് ലോവർ ലെവൽ അത് സ്കിൽഡ് ഓർ സെമി സ്കിൽഡ് പേഴ്സൺസ്, മിഡിൽ ലെവലിലുള്ളത് മാനേജേഴ്സ്, ടോപ്പ് ലെവലിലുള്ള റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ലോവർ ലെവലിലേക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫർ ചെയ്യുന്നുണ്ട്. മിഡിൽ ലെവലിന് വേണ്ടിയിട്ടുള്ള മറ്റുമായിട്ട്
programs, PG programs in and PG 40 and R&D level of year experience. Any additional manpower around the additional manpower requirement calculating around 11.8 lakhs manpower cost വരും എന്നാണ് കണക്കാക്കുന്നത്. അത് വരുന്ന പല ആയിട്ടുള്ള പോളിമർ അനുബന്ധ കോഴ്സുകൾ അത് ഓഫർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ കുസാറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. കുസാറ്റിലെ ബിടെക് എംടെക് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ാണ്. സിപ്പറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ പറയുകയുണ്ടായി. നമുക്ക് കൊച്ചിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 2012 മുതലാണ്. 2012 മുതൽ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് 2 കോഴ്സുകൾ മുന്നിലൂടെ നടത്തുന്നുണ്ട്. MSc ഇൻ ബയോപോളിമർ സയൻസ്, MSc ഇൻ ഈ 2 കോഴ്സുകളും പഠിച്ചു യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ സൈറ്റ് വഴിയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. യോഗ്യത BSc ഡിഗ്രിയാണ്. വിത്ത് എനി ബ്രാഞ്ച് ഇൻ കെമിസ്ട്രി മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാറ്റിന്റെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് CAT എക്സാം അപ്പിയറൻസ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് 2 വർഷത്തെ കോഴ്സുകളാണ്. MSc ബയോപോളിമർ സയൻസിൽ 20 സീറ്റും MSc പോളിമർ സയൻസിൽ 30 സീറ്റുമാണ്. ഇതുകൂടാതെ നമുക്ക് ഇപ്പോൾ ഓഫർ ചെയ്യുന്ന വേറെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി, ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി 3 വർഷത്തെ. ഇതിന്റെ മിനിമം യോഗ്യത അടിസ്ഥാന 10ാം ക്ലാസ് ആണ്. എന്നാലും +2 കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ടിക്കറ്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്. ഇതിന് വേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം. admission.cpet.gov.in എന്നതാണ് സൈറ്റ് എന്ന് പറയുന്നത്. admission.cpet.gov.in ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. അതിന് ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ജൂലൈയിലാണ് നടക്കുന്നത്. രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MSc ബയോപോളിമർ സയൻസ്, പോളിമർ സയൻസും കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് കൂടുതലും R&D അല്ലെങ്കിൽ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളിലേക്കാണ് എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. 2 കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് ടെക്നോളജി എന്ന് പറയുന്നത് പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക്കിന്റെ പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജി എന്ന് പറയുന്നത് ടൂൾ ആൻഡ് ഡൈയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിന്റെ ഡിസൈന്, പ്രൊഡക്റ്റ് ഡിസൈന് എങ്ങനെ ഉണ്ടാക്കണം, മോൾഡ് ഡിസൈന് എങ്ങനെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആണ്. കൂടാതെ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഡിസിപ്ലിനിലുള്ള ആൾക്കാർക്ക് ഇൻഡസ്ട്രിയുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഏതെങ്കിലും വർക്ക് ചെയ്യണം, ഓറിയന്റേഷൻ DISയുമായി ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ഡെവലപ്മെന്റ് ടെക്നോളജീസ് അതെ പ്രോഡക്റ്റ് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള CAD/CAM കോഴ്സുകളുടെ നടത്തിലേക്ക് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് വിവിധ എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്
ഡിഫറെന്റ് ലീഡിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഡിസൈനും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ട്രെയിനിങ് എഞ്ചിനീയേഴ്സിനും പ്രോജക്ട്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവൈലബിൾ ആണ്. ഡിഫറെന്റ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റിന് മാത്രമായിട്ട് എക്കഡിയിൽ അലോട്ട് ചെയ്തു കഴിഞ്ഞ വർഷം മുതൽ പ്രവർത്തിച്ചു വരുന്നു. അതിനുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ക്ലാസ് റൂംസ്, പ്രോസസിംഗ് ലാബുണ്ട്, എയർ സപ്പോർട്ട് സെന്റർ, മീറ്റിംഗ് റൂമുണ്ട്, അതെ ഹോസ്റ്റൽ ഫെസിലിറ്റി. മെയിനായിട്ടുള്ള മേജറായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കൂടാതെ അവയർനെസ് പ്രോഗ്രാംസ് തുടങ്ങിയവയാണ്. കൂടാതെ ഇനി വരുന്ന കാലഘട്ടം ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇന്റേൺഷിപ്പ് കൂടാതെ നമുക്ക് നടത്തി വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എക്സ്ട്രൂഷനാണ്. അതെ റീസൈക്ലിംഗിന്റെ റീസൈക്ലിംഗ് ആണ് റീസൈക്ലിംഗ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ CAT പ്രോഗ്രാംസും ഡിഫറെന്റ് ഇന്റേൺഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലൈഡാണിത്. ഇതിന്റെ മെയിനായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ മാനുഫാക്ചേഴ്സ്, പ്ലാസ്റ്റിക് മെഷീൻ മാനുഫാക്ചേഴ്സ്, R&D സെന്റേഴ്സ്, പ്ലാസ്റ്റിക് പ്രോസസേഴ്സ്, ഫാബ്രിക്കേഷൻ ആൻഡ് ഡൈവിംഗ്, പ്ലാസ്റ്റിക് മോൾഡ് മാനുഫാക്ചറിംഗ്, ഇത്രയും മേഖലകളിലേക്കാണ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. ഓരോ റിക്വയർമെന്റ്സ് ഫിൽ ചെയ്ത് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് അത് നമ്മുടെ മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ഓപ്പറേറ്റർ ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള സ്കിൽഡ് ഓർ സ്കിൽഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള നല്ല രീതിയിലുള്ള collaborations. Presentation. Attend ചെയ്തിട്ടുള്ള എല്ലാവർക്കും Sir, thank you for your presentation, sir. കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാം. സർ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്, ചോദിച്ചോട്ടെ? ചോദിച്ചു. Okay. ഒരു കുട്ടി ആകാശ് സുധീർ, we have phase 2 deluge also. We saw the disposed plastic in water bodies. What can we do to this? Madam? നമ്മുടെ പ്ലാസ്റ്റിക് വെള്ളത്തിന് വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ വെള്ളത്തിന് കളയുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അത് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കണം. പ്രിവെന്റ് ചെയ്യുന്നത് ഒന്ന് മെയിൻ ആയിട്ടുള്ളത് അവയർനെസ് ആണ്. രണ്ടാമത്തത് കളക്ഷൻ സിസ്റ്റം. അവയർനെസ്സിലൂടെ നമ്മൾ ഇപ്പോൾ ആൾക്കാരെ അതിനെ ഡിസ്പോസ് ചെയ്യുന്നത് ലിറ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അവയർനെസ്. ഉള്ള ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിന്റെ നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ പലയിടത്തും അവയർനെസ് ക്യാമ്പുകൾ നടത്തി. അപ്പൊ അതിനകത്ത് മീൻപിടുത്തക്കാർക്ക് നടത്തിയിട്ടുള്ള ഒരു അവയർനെസ് നടത്തിയതിന് നമുക്ക് അവര് എല്ലാം പ്ലാസ്റ്റിക്കിലെ പൊതിഞ്ഞു കൊണ്ടുപോവുകയും
പിന്നെ അങ്ങനെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഈവൻ അത് വാട്ടർ ബോട്ടിൽസിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഇത് ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ കുറയ്ക്കുകയും അങ്ങനെ അവയർനെസ് കൂടി കുറയ്ക്കുകയും ലിറ്ററിങ് ഒഴിവാക്കുകയും അങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിച്ച കാര്യങ്ങൾ കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യുകയും. Okay, sir. അടുത്ത question. Can we use our plastic waste and recycle it and reuse through polymerization technology? Yes, the question is available. പെറ്റ് പോലുള്ള അതിനെ വിഘടിപ്പിച്ച് എന്ന് പറയുന്നത് ബേസിക്കലി പോളിയസ്റ്റർ ആണ്. ആൽക്കഹോൾ ആസിഡും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. നമുക്ക് വിഘടിപ്പിക്കാൻ കഴിയും. മോണോമേഴ്സ് അതിന്റെ കെമിക്കൽ റിയാക്ഷൻ വഴി അതിനെ വീണ്ടും ഹൈ ടെമ്പറേച്ചറിൽ അതിനെ വിഘടിപ്പിക്കുകയും ഇതിന്റെ രണ്ട് മോണോമേഴ്സ് ആയിട്ട് ഡിഫറെന്റ് മോണോമേഴ്സ് ആയിട്ട് തിരിക്കാൻ കഴിയുകയും ചെയ്യും. എന്നിട്ട് അതിനെ വീണ്ടും പോളിമറൈസ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ഇത് ടെക്നോളജി അവൈലബിൾ ആണ്. പക്ഷേ അത് അത്ര എക്കണോമിക്കലി വയബിൾ അല്ല. ടെക്നോളജി അവൈലബിൾ ആണ്. Okay. വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, is it possible to make biodegradable plastic using polymerization technology? Is it possible to make biodegradable plastic using polymerization technology? Polymerization technology, yes, it's possible. Basically, biodegradable plastics എന്ന് പറയുന്നത് ഇപ്പോൾ കമേഴ്ഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്സ് എന്നാണ്. കാര്യം കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സും കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം പറയട്ടെ. ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ വിഘടിപ്പിക്കുന്നതാണ് ബയോഡിഗ്രേഡബിൾ. മീൻസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്സിനെയാണ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്. പക്ഷേ അത് എത്രത്തോളം വിഘടിക്കപ്പെടുന്നു എന്നുള്ളത് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിനെ നിർണ്ണയിക്കാൻ പറ്റുകയില്ല. ഇതിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്ന പുതിയതായിട്ടുള്ള കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള ടേമാണ് കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്സ് ഉപയോഗശേഷം കമ്പോസ്റ്റിംഗിൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണെന്ന് കമ്പോസ്റ്റിലുള്ള ബാക്ടീരിയ അതിനെ അറ്റാക്ക് ചെയ്യുകയും ഡീഗ്രേഡ് ചെയ്യുകയും ബാക്ടീരിയ തന്നെ അതിനെ കൺസ്യൂം ചെയ്യുകയും അത് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള കമ്പോസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള ആർച്ചാണ്. ആർച്ചിൽ നിന്നും അതിനെ പോളിമറൈസ് ചെയ്ത് ഫെർമെന്റേഷൻ ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡ് ആക്കുകയും ലാക്റ്റിക് ആസിഡ് പോളിമറൈസ് ചെയ്ത് പോളിലാക്റ്റിക് ആസിഡ് ആക്കുകയും അങ്ങനെ പോളിലാക്റ്റിക് ആസിഡ് ആണ് ബേസിക്കലി മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ്. ഓക്കെ സർ, അടുത്തതൊരു ചോദിച്ചിരിക്കുകയാണ്. Being a student who just completed +2, what degree should I choose to pursue in polymer technology? Degree BSc in polymer science available. Polymer chemistry. Okay. Polymer chemistry available ആണ് in polymer chemistry. എനിക്ക് കൊടുങ്ങല്ലൂര് കോളേജിൽ SB കോളേജിൽ ചെയ്യുന്നുണ്ട്. മഞ്ചേരി MES കോളേജ് ചെയ്യുന്നുണ്ട് BSc in polymer chemistry. Okay. Is there any additional courses other than polymer engineering which could benefit in this field? Polymer engineering അല്ലാതെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ ഈ ഫീൽഡിലേക്ക് ബെനിഫിറ്റ് ഉണ്ടാവും? എഞ്ചിനീയറിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ? പോളിമർ എഞ്ചിനീയറിംഗ് അല്ലാതെ CAD-ന്റെ കോഴ്സുകളുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രോഡക്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് മെറ്റാലിക് പ്രോഡക്റ്റ് ആയിക്കോട്ടെ പ്ലാസ്റ്റിക്കിന്റെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ അത് ഡിസൈൻ ചെയ്യാനുള്ള കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ CAD സോഫ്റ്റ്വെയർസ് ലഭ്യമാണ്.
വെച്ചിട്ട് നമുക്ക് കോഴ്സസ് നടക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പ്രോഡക്റ്റ് ഡിസൈൻ കോഴ്സസ്, CAD ഡിസൈൻ, CAD കോഴ്സസ്. Okay, sir. ഓക്കെ സർ. പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ളത് ഇപ്പൊ നമ്മള് ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഇനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയാൻ സാധ്യതയുണ്ട്. സോ ജോബിന് ഇത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളതാണ്. കൊണ്ട് തന്നെയാണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നതിനകത്ത് എല്ലാം തന്നെ ഡിസ്പോസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഒഴിവാക്കി കൊണ്ടിട്ടുള്ള ബാക്കിയുള്ള പ്രോഡക്ട്സ് ആണ് എന്റെ പ്രസന്റേഷനിൽ ഞാൻ കാണിച്ചത്. റിക്വയർമെന്റ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. കാര്യം അത് അധികം കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കളയും. അതിലാണ് വേസ്റ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്. അപ്പോൾ അതിന് റെസ്ട്രിക്ഷൻ നിലവിലുണ്ട്. എന്നാൽ തന്നെയും മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ റിക്വയർമെന്റ് ഉണ്ട്. അതിന്റെ റിക്വയർമെന്റ് ആയിട്ടുള്ള കാലമുണ്ട്. പിന്നെ ഉള്ള ടെക്നോളജി ഇത്രയും ഈസി ആയിട്ടും ഇത്രയും ചീപ്പായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നിന്നും അതിന്റെ അഡ്വാൻറ്റേജ് ഉള്ള സ്ഥിതിക്ക് ഈ റീപ്ലേസ് ചെയ്യുന്നത് വരെ തുടരും. ഓക്കെ സർ, താങ്ക് യു. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ്. സമയമായി, ഏകദേശം 4 മണി ആയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ യുവർ പ്രസന്റേഷൻ ആൻഡ് വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച് സർ. Welcome. I also thank team ASAP who has supported me. Thank you very much.